ഇപ്പോൾ IFFK എന്ന് പറയുന്നത് ഇപ്പോൾ എന്നെപ്പോലൊരു യങ് ജനറേഷനെ സംബന്ധിച്ചിടത്തോളം പഴയ സിനിമകളും പുതിയ സിനിമകളും ആസ്വദിക്കാനും വർഷങ്ങളായി ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 3-4 വർഷം ആയിട്ട് റെഗുലറായിട്ട് IFFK കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ബേസിക്കലി ഞാൻ IFFK നോക്കിക്കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ സിനിമകൾ ഇൻ്റർനാഷണൽ മൂവീസിനെ കാണാനും അവരുടെ കൾച്ചർ പല കാര്യങ്ങളില്ലെങ്കിൽ ഈവൻ വിലയിരുത്താനും പറ്റുന്നൊരു അവസരമാണ് IFFKയിലൂടെ. പിന്നെ പുതിയ നമ്മുടെ ജനറേഷനിലെ ആൾക്കാരുടെ സിനിമകൾ, സമാന്തര സിനിമകൾ, ബേസിക്കലി കൊമേഴ്ഷ്യൽ മൂവി എന്നതിനപ്പുറത്തേക്ക് ഞാൻ കൊമേഴ്ഷ്യൽ മൂവിയിൽ പാർട്ടിസിപ്പേറ്റ് ആയിരുന്നൊരു വ്യക്തിയാണ്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്ത് തിരക്കുണ്ടെങ്കിൽ IFFK വരുന്ന സമയത്ത് മാക്സിമം തിരുവനന്തപുരത്ത് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. തിരുവനന്തപുരത്തുകാരനാണ്, തിരുവനന്തപുരത്ത് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി സമാന്തരമായ മൂവി ഇപ്പം ലാസ്റ്റ് എൻ്റെ ഒരു ഗുരുസ്ഥാനിയാണ് സജിൻ ബാബു. അപ്പം ബിരിയാണി ആയാലും പുള്ളിയുടെ ബിരിയാണി ആയാലും അങ്ങനെയുള്ള പല സിനിമകളെയും വിലയിരുത്താൻ കഴിയുക. മാത്രമല്ല ഇപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, കാര്യം ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ആക്ച്വലി ആളുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, പുള്ളിക്കാരൻ സിനിമയിലേക്ക് വന്നിട്ട് പുള്ളിക്കാരൻ മറ്റൊരു പ്രൊഫഷനായിരുന്നു, അത് സിനിമയിലേക്ക് വരുന്നു. സിനിമയിലേക്ക് വന്നതിന് ശേഷം പുള്ളി IFFKയിൽ വേണ്ടിയിട്ട് ഒരു എൻട്രി കൊടുത്ത് ഈ പ്രാവശ്യം പുള്ളിക്ക് അത് എൻട്രി കിട്ടിയില്ല എന്ന് ഉള്ളൊരവസ്ഥയാണ്. എങ്കിൽ പോലും പുതിയ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗേൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ടർ പുള്ളിക്കാരത്തി പറഞ്ഞ ഒരു ബൈറ്റ് ഇതായിരുന്നു. ആക്ച്വലി പുള്ളിക്കാരെ ഇൻട്രോയിൽ പുള്ളി പറഞ്ഞ ഒരു ബൈറ്റ് ഇതായിരുന്നു: കഴിഞ്ഞ 10 വർഷമായി ഞാൻ ഇവിടെ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ സ്ഥാനത്തിരുന്നിട്ട് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അതായത് ഞാൻ ഇന്ന് ഡയറക്ടറുടെ സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്നുണ്ടാകുന്നൊരു ചേഞ്ചുണ്ട്. അതായത് ഈ ഓഡിയൻസിൻ്റെ സ്ഥാനത്തിരിക്കുന്ന കുറേ അധികം ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് IFFK എന്ന് പറയുന്നത്. കാര്യം എനിക്കും സംതിങ് ചെയ്യാൻ കഴിയും എന്നുള്ളത്. പിന്നെ ഇന്നലെ കണ്ട സിനിമ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന സിനിമ ഗംഭീര പടം. ആക്ച്വലി അതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല. കാര്യം എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും ഇതേപോലെ യൂട്യൂബ് ചാനലിലൂടെയും ഇതെല്ലാം കണ്ടതാണ് ഫെമിനിച്ച് ഫാത്തിമയെ പറ്റിയിട്ട്. വളരെ ചെറുതെന്നല്ല, നമ്മൾ സത്യം പറയാൻ എനിക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീടുകളിൽ അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അവളുടെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്ന ചെറിയൊരു പ്ലോട്ടാണ് യഥാർത്ഥത്തിൽ. പക്ഷേ അത് പറയുന്ന കണ്ടൻറ്റ് ഒരു വലിയ കണ്ടൻറ്റാണ്. അതൊരു ചെറിയ പ്ലോട്ടെന്ന് പറയാൻ അതിന് കുറച്ച് കാണുകയല്ല ഒരിക്കലും ചെറിയ പ്ലോട്ടെന്ന് പറയുന്നത്. പക്ഷേ ആ കണ്ടൻറ്റിനെ വളരെ ബ്രില്യൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടേഴ്സൊക്കെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് ഇപ്പം ലാസ്റ്റ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമദേവൻ നക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞ സിനിമയായാലും അതും എന്താ പറയുക, നമ്മൾ സിംപ്ലി ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. ഞാനൊരു സുഹൃത്തുമായിട്ട് ഇപ്പം ഈ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ IFFKയിൽ പങ്കെടുക്കാത്തൊരു സുഹൃത്തിനായിട്ട് സിനിമയെ പറ്റി സംസാരിക്കും, ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ ഉണ്ടാവുമെന്ന്. പക്ഷേ അതിനകത്തും ഒരു സിനിമയുണ്ട് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് IFFK.